അപ്പോൾ വളരെ ചെറിയ ഗ്രോസറിയിൽ നിന്നാണ് ആരംഭം. ആ ഗ്രോസറിയിൽ നിന്ന് ആരംഭിച്ച് ആ ഗ്രോസറി സാധനങ്ങൾ വെക്കുമ്പോൾ ആ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുകൾ വരും. അവരിൽ നിന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുകയാണ്, ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങൾക്ക് എത്ര % മാർജിൻ കിട്ടും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഇവർ നമ്മളിത് വിൽക്കുമ്പോൾ കൺസ്യൂമർ എടുത്ത് വരുമ്പോൾ എത്ര ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. ആയതുകൊണ്ട് അതെങ്ങനെ നമ്മൾക്ക് വരുത്തി വിൽക്കാം, എങ്ങനെ അത് വിപുലീകരിപ്പിക്കാം എന്നതിനെപ്പറ്റി ഈ ഗ്രോസറിയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ അതിൻ്റെ പ്രൊഡക്ട്സിനെ പറ്റി കാണുമ്പോൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഞാൻ 1984 ഞാൻ ഓസ്ട്രേലിയയിൽ പോയി. ഓസ്ട്രേലിയയിൽ നിന്ന് ഞാൻ ആദ്യം ഹോങ്കോങ്ങിൽ പോയി, ഹോങ്കോങ്ങിൽ നിന്ന് ഓസ്ട്രേലിയയിൽ പോയി, ഓസ്ട്രേലിയയിൽ നിന്ന് ഞാൻ സിംഗപ്പൂർ മടങ്ങി വന്നു. അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ കണ്ടു. അത് ഇവിടത്തേക്കാളൊക്കെ വളരെ മോശമാണ്, വളരെ നന്നായാണ്. അതിൻ്റെ പ്രൊഡക്റ്റ് റേഞ്ച് വളരെ കൂടുതലാണ്. പ്രൊഡക്റ്റ് റേഞ്ച് കൂടുതലുള്ളപ്പോൾ അത് കൺസ്യൂമറിൻ്റെ ചോയ്സുകളാണ്. ഇപ്പോൾ നമ്മൾ പോയിട്ട് നമ്മൾക്ക് 1 കിലോ അരി തരാം, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് അരി തായോ, അതല്ലെങ്കിൽ ഒരു പാക്കറ്റ് പഞ്ചസാര തായോ, ഒരു പാക്കറ്റ് ചായ തരണം എന്ന് നമ്മൾ ചോദിച്ചാകുന്നതിനേക്കാൾ ഇപ്പം നിങ്ങൾക്ക് ഹൈപ്പർ മാർക്കറ്റുകൾ പോയാൽ അറിയാൻ പറ്റും. പക്ഷേ എൻ്റെ ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾ പോയിട്ടുണ്ടോ എന്നറിയില്ല. എൻ്റെ പേര് അശ്വിൻ അല്ലേ? അശ്വിൻ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടോ കൊച്ചിയിൽ? ഇല്ല. അപ്പോ താങ്ക് യു വെരി മച്ച് അവിടെ വരുന്നതിന്. അപ്പോ അവിടെ പോകുമ്പോൾ കസ്റ്റമേഴ്സിന് ചോയ്സ് കൊടുക്കുകയാണ് അശ്വിൻ. കാരണം ഇപ്പോൾ സെല്ലിംഗ് മാർക്കറ്റല്ല, ബൈങ് മാർക്കറ്റാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു ടൂത്ത് പേസ്റ്റ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സോ യു ഹാവ് ഗോട്ട് ചോയ്സ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഹെൽത്ത് കോഷ്യസ് ആണ് ഇപ്പോൾ നമ്മളെല്ലാവരും. ഏതെല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ യു ആർ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇന്റലക്ച്വൽ ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിലാണ് ഇന്ന പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അത് ഹെൽത്തിന് എത്ര ബുദ്ധിമുട്ട് വരും, അത് ഏതാണ് നമുക്ക് നല്ലത്, ഏതാണ് നല്ല ക്വാളിറ്റി, ഏതാണ് പ്രൈസ് നല്ലത്, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക. ആ ചോയ്സ് തരാൻ വേണ്ടി നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ചോയ്സ് കൊടുക്കണം. അതിനെപ്പറ്റിയാണ് ഞാൻ ചിന്തിച്ചത് അന്ന്. അങ്ങനെ ഞാൻ അവിടെ പോയി അവിടുത്തെ വലിയ വലിയ ഷോപ്പുകൾ കണ്ടു. അത് കഴിഞ്ഞ് വന്ന് ഉള്ള കാശ് സ്വരുക്കൂട്ടി അങ്ങനെയാണ് വലിയ ഷോപ്പ് തുടങ്ങിയത്. ആ വലിയ ഷോപ്പിൽ നിന്നാണ് ഇന്ന് ഞങ്ങൾ ഈ സ്ഥിതിയിലെത്തിയത്. ഈ സ്ഥിതിയിലെത്താൻ യൂസഫ് അലി എന്ന ഒരു വ്യക്തിക്ക് യാതൊരു കഴിവില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ സഹപ്രവർത്തകർ, അതുകൂടാതെ അശ്വിനെ പോലത്തെ എൻ്റെ കസ്റ്റമേഴ്സ്, നിങ്ങളാണ് നമ്മളെ വളർത്തുന്നത്. നിങ്ങൾ പോയിട്ട് സാധനം വാങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ സാധനമൊക്കെ ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവരെല്ലാവരും കൂടിയാണ് ഇതൊരു കളക്റ്റീവ് എഫർട്ടാണ്. അങ്ങനെയാണ് ഈ നിലയ്ക്ക് എത്തിയത്.